എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ നൗഫൽ മാഷാണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഒരു ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതെങ്ങനെയാണ് ഒരു ഇൻഫർമേഷനായിട്ട് മാറുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു പ്രിഫേസ് മാത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ വരച്ച് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ഡാറ്റ പ്രോസസ്സിങ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഒരു ഫേസസുകൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ആ ഒരു ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഫേസസുകൾ എഴുതാൻ പോകും, അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ ഞാൻ എഴുതാൻ പോവാണ്. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് ചർച്ച ചെയ്യും. ഈ ഒരു 6 സംഗതികളാണ് നമ്മുടെ ഡാറ്റ പ്രോസസ്സിങ്ങിൽ നടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജാണ് ഡാറ്റ ക്യാപ്ചറിങ്. ഓക്കെ, സെക്കൻഡ് വൺ ഇൻപുട്ട് ഡാറ്റാസ്, ദെൻ സ്റ്റോറേജ് ഡാറ്റ, പ്രോസസ്സിങ് ഡാറ്റ, ഔട്ട്പുട്ട് ഡാറ്റ, ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഡാറ്റ. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഉപരി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം നമ്മൾ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറി, അതൊരു ഇൻഫർമേഷനായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ അതിനെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആലോചിക്കുക, നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യുക, നിങ്ങളുടേതുമായിട്ടുള്ള എക്സ്പീരിയൻസുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. എൻ്റെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വരികയാണ്, പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങളൊരു വൈകുന്നേരം ആകുമ്പോഴത്തേനും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അത് വിളിച്ചു പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ മലയാളികൾ വളരെയധികം ആതിഥ്യ മര്യാദ കാണിക്കുന്നവരാണ്. അവരെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെടാപ്പാട് വിടും അല്ലേ, അങ്ങോട്ട് ഓടി പെട്ടെന്ന് ഒരു കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു, അങ്ങനെ അല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം പറയുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സൽക്കാരങ്ങളൊന്നും ഒരുക്കാൻ എനിക്കറിയില്ല. അപ്പോൾ എന്നെ കൊണ്ടാവുന്നത് ചെറിയൊരു സംഗതി ഞാൻ അവർക്ക് വേണ്ടി തയ്യാറാക്കാൻ വിചാരിച്ചു. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഷെയ്ക്കോ അതുപോലുള്ള ഒരു ഡ്രിങ്ക്സ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. പഴം ഷെയ്ക്ക് പോലെ അങ്ങനെ എന്തോ എനിക്കറിയില്ല, ഒരു ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് പറയണതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡ്രിങ്ക്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് നമ്മുടെ കയ്യിലില്ല. എക്സാമ്പിൾ, ഒരു പഴം ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളത് പഴം ആവശ്യമാണ്, പിന്നെ എന്തൊക്കെയാ അതിന് പാല്
പഞ്ചസാര, കുറച്ച് കാഷ്യൂ നട്ട്സ്, അതുപോലെയുള്ള സാധനങ്ങൾ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് അവൈലബിൾ അല്ല നമ്മുടെ വീട്ടിൽ, ഇല്ല, കഴിഞ്ഞു പോയി. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മൾ സഞ്ചിയും എടുത്ത് കടയിലേക്ക് ഓടും അല്ലേ. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരും അല്ലേ. അതായത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെല്ലാം പ്ലാറ്റ്ഫോമിൽ ചെല്ലും, എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണം, എവിടെ നിന്നെങ്കിലുമൊക്കെ നമുക്ക് മേടിക്കണം. ഓക്കെ, അപ്പോൾ കടയിൽ ചെന്നിട്ട് ഞാൻ സെലക്ട് ചെയ്യും, എനിക്ക് ഒരു പർട്ടിക്കുലർ ഒരു പഴം വേണം, പിന്നെ പാല് വേണം, പിന്നെന്താ അതിന് വേണ്ടിയുള്ള സാമഗ്രികൾ, പഞ്ചസാര, അതുപോലുള്ള സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞ് ഞാൻ കടയിൽ ചെന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന ആ ഒരു പരിപാടി, ദാറ്റ് ഈസ് സിമിലർ ടു ഫസ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് മീൻസ് ക്യാപ്ചറിങ് ഓഫ് ഡാറ്റാസ്. നമ്മൾ ഡാറ്റ ക്യാപ്ചർ ചെയ്യാൻ പോയി. എവിടെ? നമ്മുടെ കടയിൽ. നമ്മുടെ ഡാറ്റ എന്തൊക്കെയാണ്? അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ്. എവിടെ ഞാൻ പോയത്? കടയിലേക്ക് പോയിട്ട് അത് ക്യാപ്ചർ ചെയ്തു. ഓക്കെ, ദെൻ ഇൻപുട്ട് ഡാറ്റ. നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് പഞ്ചസാരയുടെ ടിന്നിലിട്ട് വെച്ചു, പിന്നെ പഴം അതിൻ്റെ സാധനത്തിൽ വെച്ചു, അതൊക്കെ ചെയ്തു. അതായത് നമ്മുടേതാക്കിയിട്ട് മാറ്റി, നമ്മൾക്ക് കിട്ടി. ഓക്കെ, കടയിൽ നിന്ന് വാങ്ങിച്ച് നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ നമ്മുടേതായിട്ട് മാറി. ഇൻപുട്ട് ചെയ്തു, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ദാറ്റ് സ്റ്റെപ്പ് റിസംബിൾസ് വിത്ത് ഇൻപുട്ട് ഓഫ് ഡാറ്റാസ്. നമ്മുടെ ഡാറ്റകൾ മൊത്തം നമ്മൾ ഇൻപുട്ട് ചെയ്തു. ഓക്കെ, ദെൻ സ്റ്റോറേജ് ഡാറ്റ. സപ്പോസ് ഞാൻ വാങ്ങിച്ച പാല് ഒരു ലിക്വിഡ് സ്റ്റേജിലുള്ളതായിരുന്നു. പാലെപ്പോഴും ലിക്വിഡ് സ്റ്റേജിലുള്ളതാണ്. എനിക്ക് പക്ഷേ ഇതുണ്ടാക്കാനായിട്ട് ഒരു ഫ്രോസൺ ആയിട്ടുള്ള ഒരു ഫോമിലാണ് വേണമെന്ന് വിചാരിക്കുക, അറിയില്ല. പക്ഷേ ഞാൻ ഈ ഒരു അവസരത്തിൽ അങ്ങനെ ആക്കിയിട്ട് മാറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സ്റ്റെപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു ആ ഫ്രോസൺ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണം, അത് ആ പാലിൻ്റെ കവർ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, ഫ്രീസറിൽ വെക്കണം. ഓക്കെ, ഞാൻ സ്റ്റോർ ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. അവർ വരുന്നതിന് ഒരു 10-20 മിനിറ്റ് മുന്നേ മാത്രമേ ഞാൻ തയ്യാറാക്കുള്ളൂ, അങ്ങനെ വിചാരിച്ചാൽ. അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ തയ്യാറാക്കുള്ളൂ, അങ്ങനെ വിചാരിച്ചാൽ. അപ്പോൾ ഞാനത് വീട്ടിൽ അതാത് സ്ഥലങ്ങളിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ 3 ഫേസുകൾ ഏതൊക്കെയാണ്? ഒന്ന്, കടയിൽ പോയിട്ട് ഞാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ക്യാപ്ചർ ചെയ്തു. ദെൻ ഇൻപുട്ട് ചെയ്തു, അത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ദെൻ അത് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചു, അതിൻ്റെ പ്രോപ്പർ പ്ലേസുകളിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചു. ദെൻ അവിടെയാണ് എൻ്റെ പണി അല്ലേ. അതാണ് ഈ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഹാർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. കൃത്യമായ അളവുകളിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുത്ത് ഞാൻ അതിനെ പ്രോസസ്സ് ചെയ്തു. കുറച്ച് പഴം ഇങ്ങനെ അരിഞ്ഞിട്ടു, പിന്നെ അതെന്താ പാല് അത് ഇങ്ങനെ പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ഉടച്ചിട്ടു. അത് ഫ്രോസൺ അല്ലേ, അറിയില്ല കേട്ടോ. അപ്പോൾ ഫ്രോസൺ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെക്ക് ഉടച്ചിട്ടു. പിന്നെ അതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ഇട്ടു. പിന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമാണെങ്കിൽ അതൊക്കെ ഞാൻ ഇട്ടു. ഓക്കെ, എന്നിട്ട് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് അതിങ്ങനെ അടിച്ച് ഷെയ്ക്ക് ആ ഒരു ഫോമിലേക്ക് ഞാൻ മാറ്റി എന്ന് നിങ്ങൾ വിചാരിച്ച. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേജ് അതെല്ലാം കൂടി എല്ലാ ഇൻഗ്രീഡിയൻസും അല്ലെങ്കിൽ എല്ലാ റോ മെറ്റീരിയൽസും എടുത്തിട്ട് അതാത് പ്രൊപ്പോർഷൻസിൽ ഞാൻ എടുത്ത് എന്ത് ചെയ്തു, പ്രോസസ്സ് ചെയ്തു. ഓക്കെ, ആ ഒരു സ്റ്റേജാണ് നമ്മളിവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രോസസ്സിങ് ഓഫ് ഡാറ്റ. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അമ്മയോ അല്ലെങ്കിൽ വേറെ പെങ്ങന്മാരോ അവരെടുത്തുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് നോക്കി. അപ്പോൾ അവർ പറഞ്ഞോളാ ഇതിൽ കുറച്ച് മധുരത്തിൻ്റെ ഓർമ്മയുണ്ട്, അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടു, പിന്നെയും അടിച്ചു. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ പ്രോസസ്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം, എന്നിട്ട് പിന്നീട് വേണമെങ്കിൽ പിന്നെയും നമുക്ക് പ്രോസസ്സ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്രോസസ്സ് ചെയ്തു, ഷെയ്ക്ക് ഉണ്ടാക്കി. അവർ വരാൻ കുറച്ചുകൂടി സമയമെടുക്കും, വിരുന്നുകാർ വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. ഞാൻ ഉണ്ടാക്കിയ ഷെയ്ക്ക്
ഞാൻ എന്തിന് ചെയ്തു, ഫ്രിഡ്ജിൽ വെച്ചു. അതിൻ്റെ അവിടുത്തെ ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു, സ്റ്റോർ ചെയ്ത് വെച്ചു. ദെൻ അവർ വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഷെയ്ക്ക് അങ്ങനെ തന്നെ എടുത്തിട്ട് നിങ്ങൾ എങ്ങനെയാ വെച്ചാൽ കുടിച്ചോ, അങ്ങനെയാണോ പറയാം നമ്മൾ? നമ്മൾ ആതിഥ്യ മര്യാദ വളരെ ഏറിയവരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെത്ര പേരുണ്ടോ അത്രയ്ക്കും ഗ്ലാസ്സുകൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് ഞാനിങ്ങനെ പകർത്തി ആവശ്യക്കാരനുസരിച്ചിട്ട് നമ്മളെ പ്രോസസ്ഡ് ഡാറ്റയെ നമ്മൾ മാറ്റി. പ്രോസസ്ഡ് ഡാറ്റ മീൻസ് നമ്മൾ ഉണ്ടാക്കിയ ഷെയ്ക്കാണ്. ഓക്കെ, ആ ഷെയ്ക്ക് ആവശ്യക്കാർക്ക് എങ്ങനെയാണോ, ഒരു വട്ടൊക്കെ ഷെയ്ക്ക് കൊണ്ട് നമ്മൾ കൊടുക്കില്ല, കാരണം അത് കുടിക്കാൻ പറ്റില്ല. ആവശ്യക്കാർ എങ്ങനെയാണ്, വളരെ കുറച്ച് മാത്രമേ, ഒരു ഗ്ലാസ് മാത്രമേ അവർക്ക് അതിൻ്റെ ആവശ്യമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ ഗ്ലാസ്സുകളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു, ഔട്ട്പുട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഗ്ലാസ്സുകളിലേക്ക് ഇങ്ങനെ പകർത്തി 5 പേരുണ്ട്, അപ്പോൾ 5 ഗ്ലാസ്സുകളിലാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ആ പ്രോസസ്സർ ഡാറ്റയെ ഞാൻ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ഇനി നമ്മൾ അവർക്ക് കൊണ്ടുകൊടുക്കണം. അവർ ഗ്ലാസ്സിൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ പോയി കുടിച്ചാൽ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം എന്താ, ഇനി നമുക്ക് അവർക്ക് സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ എല്ലാ ഗ്ലാസ്സുകളും എടുത്തിട്ട് ഓരോരുത്തരുടെ കയ്യിൽ നമ്മൾ കൊടുക്കും, കുറിച്ചോളി വന്നിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ അവർക്ക് സർവ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു ഫേസ് ദാറ്റ് റിസംബിൾസ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഒരു ഡാറ്റ പ്രോസസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു എന്താ പറയുക, ഐഡിയലായിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ് എങ്ങനെയാണ് ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രോസസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടതാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുട്ടികളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, മാർക്കുകൾ മേടിക്കണം. മാർക്കുകൾ മേടിച്ചിട്ട് അത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യണം. മാർക്കുകൾ മേടിക്കുന്ന പരിപാടിയാണ് ക്യാപ്ചറിങ് ഓഫ് ഡാറ്റാസ്. അത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഫേസാണ് ഇൻപുട്ട് ഓഫ് ഡാറ്റാസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ സ്റ്റോറേജ് ഓഫ് ഡാറ്റ ഇൻപുട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് ഞാൻ ഇങ്ങനെ റോൾ നമ്പർ 1, പിന്നെ അബി ഫിസിക്സിൽ മാർക്ക് എത്ര, കെമിസ്ട്രിയിൽ മാർക്ക് എത്ര, കമ്പ്യൂട്ടറിൽ മാർക്ക് എത്ര, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു ഫോർമാറ്റിലാക്കിയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ആ ഒരു ഫേസാണ് നമുക്കിവിടെ പ്രോസസ്സിങ് ഓഫ് ഡാറ്റാസ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രോസസ്ഡ് ഡാറ്റ ഞാൻ പിന്നെയും സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇതിട്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഇതാണ് നിങ്ങളുടെ കുട്ടിയുടെ മാർക്ക്, അപ്പോൾ ഓരോ രക്ഷിതാവിൻ്റെ അടുത്തും അതിങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അതാണെന്ത് ഔട്ട്പുട്ട് ഓഫ് ഡാറ്റ. അങ്ങനെ കൊടുക്കാനുള്ള പരിപാടിയാണ് ഔട്ട്പുട്ട് ഓഫ് ഡാറ്റ. അപ്പോൾ ഓരോ രക്ഷിതാവിനും അത് കാണുമ്പോൾ അതെന്തായിട്ട് മാറി, നമ്മുടെ ആ മീനിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ മീനിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് എത്തി. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കുമാണ് നമ്മുടെ ഡാറ്റ പ്രോസസ്സിങ്ങിലുള്ള കാര്യങ്ങൾ. അപ്പോൾ റിയൽ ലൈഫായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കും സ്റ്റെപ്പുകൾ നിങ്ങൾ എഴുതിയെടുക്കുക. ഡാറ്റ ക്യാപ്ചറിങ്, ഇൻപുട്ട് ഡാറ്റ, സ്റ്റോറേജ് ഡാറ്റ, പ്രോസസ്സിംഗ് ഡാറ്റ, ഔട്ട്പുട്ട് ഡാറ്റ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻസ്, ഇതൊക്കെ നമ്മൾ എഴുതിയിട്ട് ഇതിൽ ഓരോ ഫേസുകളും വളരെ ചുരുങ്ങിയ സെൻറ്റൻസുകളെ കൊണ്ട് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് അയച്ചു തരിക. അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ ഇതിനയച്ചുള്ള മാച്ചിങ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി തന്നു. ഇനി അത് നിങ്ങളുടേതായ ഭാഷയിൽ എന്താക്കി തരിക, ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇൻ ടേംസ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ചായ പരിപ്പോട ശരിക്കും അങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ടാക്കരുത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സ്പെസിഫിക് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അത് നമുക്ക് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കുമാണ് ഡാറ്റ പ്രോസസ്സിങ്ങിനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഈ
നമ്മൾ പാഠഭാഗത്തിൻ്റെ പേര് സൂചിപ്പിച്ചതുപോലെ ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ യൂണിറ്റ്സുകൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ആ കമ്പ്യൂട്ടറിൻ്റെ ചിത്രവും കൂടി നിങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഈ പഠിപ്പിക്കാൻ പോകുന്ന ഡയഗ്രാംസിനെ കണക്ട് ചെയ്യുക. ഓക്കെ, ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഡാറ്റ വേണം അല്ലേ? ആ ഡാറ്റ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കണമെങ്കിൽ, കമ്പ്യൂട്ടർ ആ ഡാറ്റ സ്വീകരിക്കണമെങ്കിൽ ദാറ്റ്സ് പോസിബിൾ വിത്ത് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഒരു ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡാറ്റാസ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻഫോർമേഷൻസ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ദാറ്റ് മീൻസ് an input device is must for give data to the computer for data processing, and then this one is called processing unit. ഓക്കെ, അപ്പോൾ ഇതിൽ ഉള്ള ആൾക്കാരാണ് കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കുമാണ് നമ്മുടെ സി പി യു എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ആൾക്കാരാണ് നമ്മുടെ പ്രോസസ്സിങ്ങുകളൊക്കെ നടത്തുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ശേഷം ഇവിടെ മെമ്മറി ഒക്കെ ഉണ്ടാവും. സെക്കൻഡറി സ്റ്റോറേജ് ആവശ്യമായിട്ട് വരുമ്പോൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാനും അത് റിട്രീവ് ചെയ്യാൻ ആവശ്യമുള്ളപ്പോൾ സ്റ്റോറേജിൽ നിന്ന് എടുക്കാനും പരമാധികാരമുള്ള ആൾക്കാരാണ് ആര്? പ്രോസസ്സിംഗ് യൂണിറ്റ്. അതായത് സി പി യുവിന് ആവശ്യമുള്ള സമയത്തിൽ സ്റ്റോറേജ് യൂണിറ്റിലേക്ക് സ്റ്റോർ ചെയ്യാൻ കൊടുക്കാനും അത് തിരിച്ച് വേണ്ടപ്പോൾ അതിൽ നിന്ന് എടുക്കാനുമുള്ള അധികാരമുണ്ട്. ഓക്കെ, ശേഷം നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത ഡാറ്റ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് ആ സ്റ്റോർ ചെയ്ത ഡാറ്റയെ നമ്മൾ എടുത്തിട്ട് പിന്നെയും നമ്മളെ യൂസർക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഔട്ട്പുട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ആര് വേണം? an output device should be added. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ സി പി യുവിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ഒരു അരിത്തമെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്. ഒരു രജിസ്റ്ററാണിത്, അരിത്തമെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ്. കൂടാതെ കുറച്ച് രജിസ്റ്റേഴ്സ് കൂടിയുണ്ട്. രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഈ ഒരു ആർക്കിടെക്ചർ, ഈ ഒരു സിസ്റ്റമാറ്റിക് ഡയഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം, സ്പെസിഫിക് ഡയഗ്രത്തിന് നമുക്കൊരു പേരുണ്ട്. വോൺ ന്യൂമാൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇത് ഈ ഇത്തരത്തിലൊരു സിസ്റ്റമാറ്റിക് ഡയഗ്രാം നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയഗ്രത്തിന് അല്ലെങ്കിൽ ഈ ഒരു ആർക്കിടെക്ചറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്നാണ് അതിൻ്റെ പേര്. എന്താ? വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. അപ്പോൾ അതുപ്രകാരം
ഒരു ഡാറ്റ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഫണ്ടമെൻ്റൽസ് യൂണിറ്റ് വെച്ചിട്ട് നമുക്കൊരു ഡാറ്റ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡിയോയിൽ ചെന്നിട്ട് നമ്മളൊരു ഫോട്ടോ ആവശ്യപ്പെടുകയാണ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് എടുക്കണം. സ്റ്റുഡിയോയിൽ ചെല്ലുകയാണ്. ഇപ്പോൾ എല്ലാം ഒരു മിനിറ്റുകൾക്കകം നമുക്ക് നമ്മളെടുത്ത ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടും അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻസ് മേന്മയാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു, ക്യാമറ എടുത്തിട്ട് അതിൽ ഫിലിമൊക്കെ എടുക്കണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോസൊക്കെ അവൈലബിൾ ആയിട്ട്. അപ്പോൾ സ്റ്റുഡിയോയിൽ ചെന്നു, പറഞ്ഞു, എൻ്റെ ആവശ്യം പറഞ്ഞു, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എനിക്ക് വേണം. നേരെ റൂമിലേക്ക് ചെന്നു, ഡിജിറ്റൽ ക്യാമറാസ്, നല്ല ഹൈ റെസൊല്യൂഷൻസ് ഉള്ള ക്യാമറാസ് വെച്ചിട്ട് നമ്മുടെ ഫോട്ടോ എടുത്തു. നമ്മുടെ എൻ്റെ ഒരു രൂപം ഡിജിറ്റൽ കോപ്പി ആക്കാൻ വേണ്ടിയിട്ട്, കമ്പ്യൂട്ടർ കോമ്പാറ്റബിൾ കോപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിവൈസ് യൂസ് ചെയ്തു. ഏതാ? ദാറ്റ് മീൻസ് എ ക്യാമറ അല്ലേ. ഡിജിറ്റൽ കോപ്പി ആക്കിയിട്ട് നമ്മൾ മാറ്റി. അതാണ് നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ ആള്. ഇൻപുട്ട് ഡിവൈസ്, നമ്മുടെ ആ ഒരു ഡാറ്റയെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചു. എൻ്റെ ഒരു ഫോട്ടോ അത് കമ്പ്യൂട്ടറിനെ കോമ്പാറ്റബിൾ ആവുന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയാണ് ആദ്യം ഉപയോഗിച്ചത്? ക്യാമറ. ദാറ്റ് മീൻസ് എൻ ഇൻപുട്ട് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, ദെൻ ആ ക്യാമറയുടെ ഒരു മെമ്മറി കാർഡ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തു. ദെൻ ആ ഫോട്ടോ കമ്പ്യൂട്ടറിലേക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ നോക്കി, കമ്പ്യൂട്ടറിലേക്ക് എടുത്തു. എന്നിട്ട് അതിൽ ഇപ്പോൾ എൻ്റെ മുഖത്തുള്ള പാടുകളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, എന്നെ സുന്ദര കുട്ടപ്പനാക്കിയിട്ട് എനിക്ക് തരണം കേട്ടോ എൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ ചേട്ടൻ എന്ത് ചെയ്യും? അപ്പോൾ അതിങ്ങനെ അതൊക്കെ എടുത്ത് ഫോട്ടോഷോപ്പിൽ എന്തൊക്കെയോ മറിമാങ്ങൾ എഡിറ്റൊക്കെ ചെയ്തു. എന്നിട്ട് അത് ചെയ്തു, സ്റ്റോറേജിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് കഴിഞ്ഞു, ഇൻപുട്ട് ഡാറ്റ കഴിഞ്ഞു. ദെൻ അതിൻ്റെ താഴെ നമുക്ക് എന്ത് വന്നു? പ്രോസസ്സിങ് വന്നു. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡാറ്റ മൊത്തം പ്രോസസ്സ് ചെയ്തു. എന്നിട്ട് അതെന്ത് ചെയ്തു? സ്റ്റോർ ചെയ്ത് വെച്ചു അല്ലേ. പിന്നീട് നമ്മളെപ്പോഴെങ്കിലും ഈ ഫോട്ടോ ആവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അത് രണ്ടാമത് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ലെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്റ്റോർ ചെയ്ത ആ ഒരു കോപ്പി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും 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 ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചു. ശേഷം എന്ത് ചെയ്തു? ആ സ്റ്റോർ ചെയ്ത സ്ഥലത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്തു? ഔട്ട്പുട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. നമ്മളെ പ്രിൻ്റർ മുഖാന്തരം നമ്മൾ ഫോട്ടോ പേപ്പറുകൾ വെച്ചിട്ട് നമ്മുടെ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എനിക്ക് പ്രിൻ്റ് ചെയ്ത് തന്നു. കമ്പ്യൂട്ടർ കോപ്പിനെ നമുക്ക് ഹാർഡ് കോപ്പി ആക്കിയിട്ട് നമുക്ക് തന്നു. കയ്യിൽ പിടിക്കാൻ പറ്റാവുന്ന ഒരു കോപ്പി ആക്കിയിട്ട് നമുക്ക് തന്നു, അതായത് ഫോട്ടോസ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ വെച്ചിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഒരു ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡാറ്റാസ് കമ്പ്യൂട്ടർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. ദെൻ ശേഷം നമ്മൾ ആ ഒരു ഡാറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു. വേണമെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ സ്റ്റോർ ചെയ്ത സാധനത്തിനെ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ, ഇത് ഇൻപുട്ട് ഡിവൈസ് എപ്പോഴും ക്യാമറ ആവണമെന്നില്ല. സപ്പോസ് ഞാനിപ്പോൾ ഒരു പാട്ട് പാടിയിട്ട് എനിക്ക് എല്ലാവരും കേൾപ്പിക്കണതാണ്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഡിവൈസ് എന്തായിട്ട് മാറും? മൈക്രോഫോൺ ആയിട്ട് മാറും. ഇവിടെ ഔട്ട്പുട്ട് ഡിവൈസ് എന്തായിട്ട് മാറും? അതൊരു സ്പീക്കറായിട്ട് മാറും. അപ്പോൾ എന്ത് വേണമെങ്കിലും ഈ ഇൻപുട്ട് ഡിവൈസുകൾ, ഒരുപാട് ഇൻപുട്ട് ഡിവൈസുകളുണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസുകളും ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഡാറ്റാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഇൻപുട്ട് ഡിവൈസുകളും ഔട്ട്പുട്ട് ഡിവൈസുകളും മാറിക്കൊണ്ടിരിക്കും. ആ പ്രോസസ്സിങ്ങിൻ്റെ ഫേസുകളും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറിൽ വരുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. വലിയ മാർക്കുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്? ഓക്കെ, എങ്ങനെയാണ് അതിലൊരു പ്രോസസ്സിങ് സാധ്യമാവുന്നത്? അതൊരു നീറ്റ് ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക. അങ്ങനെ പറയുമ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കുക നിങ്ങൾ ആദ്യം, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് ഇന്ന് തരുന്നത് നിർബന്ധമായിട്ടും ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ വിത്ത് ഡയഗ്രാം. നിങ്ങൾ എനി സോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയി, എല്ലാ സോഴ്സുകളും ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം. അപ്പോൾ ആ കിട്ടാവുന്ന സോഴ്സുകളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അതിൻ്റെ നോട്ടുകൾ തയ്യാറാക്കുക. ശേഷം നമ്മൾക്ക് അയച്ചു തരിക. ഓക്കെ,
അപ്പോൾ ഈ ഇന്നെടുത്ത പാഠഭാഗം വളരെയധികം പ്രാധാന്യമുള്ള ഭാഗമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, സംശയങ്ങളുണ്ടെങ്കിൽ നിരന്തരം നമ്മളായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.